എന്ന് പറയുന്നത് ഫോർത്ത് സ്റ്റെപ്പ്. നെക്സ്റ്റ് ഫൈനൽ എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കുക. ഫൈൻഡ് എൻഡ് മൊമെൻറ്റിൽ ഫൈനൽ എൻഡ് മൊമെൻറ്റ്. അപ്പോൾ അതാകെയുള്ളൊരു ഡിഫ്ലക്ഷൻ ഫോം ചെയ്യുന്നത് ആ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടാണ്. ബി നടുക്ക് മിഡിലല്ലേ, അപ്പോൾ അതൊരു ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടാണ്. അപ്പോൾ തീറ്റ ബിയിൽ മാത്രമേ ഡിഫ്ലക്ഷൻ ഫോം ചെയ്യുന്നുള്ളൂ. എയും സിയും ഫിക്സഡ് ആയതുകൊണ്ട് ഡിഫ്ലക്ഷൻ ഫോം ചെയ്യുന്നില്ല. ഇപ്പം കണ്ടിന്യൂസ് ബീമായിരുന്നെങ്കിൽ ഹിഞ്ച്ഡ് സപ്പോർട്ടിൽ മൊമെൻറ്റ് കാണത്തില്ല, പക്ഷേ അവിടെ ഡിഫ്ലക്ഷൻ ഫോം ചെയ്തേരും. തീറ്റ എയിലും തീറ്റ സിയുടെയൊക്കെ വാല്യൂസ് വന്നേനെ. ഇവിടെ തീറ്റ ബി മാത്രമേ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളൂ, അതുകൊണ്ട് അവിടെ ഡിഫ്ലക്ഷൻ ഫോം ചെയ്തു. ഇനി ഫൈനൽ എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കുക. ഫൈനൽ എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഈ നമ്മൾ ആദ്യം ഓരോ ഇക്വേഷൻസ് എഴുതിയില്ലയോ, ഇതെല്ലാം ഫൈനൽ മൊമെൻ്റാണ് അല്ലേ. എം എ ബിയുടെ ടേംസിലൊരു ഇക്വേഷൻ എഴുതി, എം ബി എയുടെ ടേംസിലൊരു ഇക്വേഷൻ എഴുതി, ബി സിയുടെ ടേമിൽ എം സി ബിയുടെ ടേമിലൊക്കെ നമ്മളോരോ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പം ഈ ഇക്വേഷനിലോട്ട് തീറ്റ ബിയുടെ വാല്യൂയും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ തീറ്റ ബിയുടെ നമുക്ക് എല്ലാത്തിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ആകെ തീറ്റ എയും തീറ്റ സിയും എല്ലാം ക്യാൻസൽ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആ ഇക്വേഷനിൽ തീറ്റ ബി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തീറ്റ ബിയുടെ വാല്യൂ 120/7 EI എന്നാണ്. EI ഇവിടെ ഐ വാല്യൂ തന്നുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തിട്ടില്ല, അപ്പം അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുവാണ്. അപ്പം ഇവിടെ എ ബി വാല്യൂവിൽ -20 + EI/2 ഇൻറ്റു തീറ്റ ബി. EI/2 എന്ന് വരുന്നത് ഇവിടെ നിന്നാണ് EI/2 വരുന്നത്. കണ്ടേ, ഇവിടെ 4 ആണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ 2 EI എന്നാണ്. ഇവിടുത്തെ ഐ വാല്യൂ 1 ആണ്. അപ്പോൾ 2 EI/4 എന്ന് പറയുന്നത് EI/2 എന്ന് വരും. അതാണ് ഇവിടെ വന്ന EI/2 ഇൻറ്റു തീറ്റ ബി. അപ്പോൾ ആ തീറ്റ ബിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ -11.429. ഇനി ബി എയുടെ അവിടെ എത്ര ആണ് വരുന്നത്? ബി എയുടെ അവിടെ 2 EI, ആ സെയിം സ്പാൻ തന്നെയാണ്. ഐക്ക് ഐ വാല്യൂ തന്നെയാണ്. പക്ഷേ ഇവിടെ ബി സിയുടെ ടേംസിൽ വരുമ്പോൾ ബി സിക്ക് ഏതാണ് 2I ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ 2I ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അന്നേരം നമുക്ക് 2/3 EI എന്നാണ് കിട്ടുന്നത്. അതെല്ലാം ആദ്യമേ നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ആ കിട്ടിയ MBA ഇക്വേഷനിൽ തീറ്റ ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അന്നേരം നമുക്ക് അതിൻ്റെ മൊമെൻറ്റ്സ് കിട്ടും. എൻഡ് മൊമെൻറ്റ്സ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ബിയുടെ അവിടെ നമുക്ക് പോസിറ്റീവ് ഓർ നെഗറ്റീവ് 37.142 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ അതൊരു ജോയിൻ്റ് ആണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ സെയിം വാല്യൂ ആയിരിക്കും, പക്ഷേ സൈൻ വ്യത്യാസമായിരിക്കും. അതെ, BA 37.14 ആണ്, അതുപോലെ BC 37.14 ആണ്. ഇവിടെ BCയുടെ അവിടെ വന്നപ്പോൾ നെഗറ്റീവ് ആയതേ ഉള്ളൂ, കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് BCയിലോട്ട് മൊമെൻറ്റ് പോകുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. CB 71.42. ഓക്കെ, ഇനി നമ്മൾ അപ്പോൾ ഇത്രയാണ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ വെച്ച് ചെയ്യാനുള്ളത്. ആദ്യമേ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിച്ചു, പിന്നെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ യൂസ് ചെയ്തു, പിന്നെ എന്താണ് അതിൻ്റെ അകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പിന്നെ ജോയിൻ്റ് ഇക്വിലിബ്രിയം വെച്ചു, അതിൻ്റെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ചു. ഇവിടെ ആകെ ഡിഫ്ലക്ഷൻ വരുന്നത് ബി സപ്പോർട്ടിലാണ്. തീറ്റ ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. പിന്നെ ഫൈനൽ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ ആ മൊമെൻറ്റ് ഇക്വേഷനിലെ എല്ലാത്തിൻ്റെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ മൊമെൻറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ അത്രയാണ് മൊമെൻറ്റിങ് കാര്യം. ഇനിയുള്ളത് SFD ഷിയർ ഫോഴ്സ് വരയ്ക്കാനായിട്ട് നമ്മൾ നേരത്തെ 3 മൊമെൻറ്റ് ചെയ്ത പോലെ തന്നെ റിയാക്ഷൻസ് കണ്ടുപിടിക്കുക. എന്ന് പറഞ്ഞാൽ ഓരോ സ്പാനെ സെപ്പറേറ്റ് ആക്കി എടുക്കുക. അപ്പം AB സ്പാന് BC സ്പാൻ എന്നും പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. അത് ആ സെയിം പ്രൊസീജിയർ തന്നെ 3 മൊമെൻറ്റ് ചെയ്ത് അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ. 2 സ്പാനായിട്ട് എടുക്കുക. ഏതെങ്കിലും ഒരു മൊമെൻറ്റ് എടുക്കുക, സപ്പോർട്ടിനെ ബേസ് ചെയ്ത് മൊമെൻറ്റ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. ഇവിടെ ഇപ്പം RA RB1 പിന്നെ BC RB2 RC എന്നും പറഞ്ഞ് 2 സ്പാനായിട്ട് എടുത്തു. അതിൽ നിന്ന് സോൾവ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുക, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തില്ല. നമ്മൾ 3 മൊമെൻറ്റിൽ ഇത് പറഞ്ഞു കഴിഞ്ഞതാണ്. 2 സ്പാനായിട്ട്
മൊമെൻ്റ് എടുക്കുക. അപ്പം ഇവിടെ എടുക്കുമ്പോൾ എങ്ങനെയാണ് മൊമെൻ്റ് അബൌട്ട് എ എടുക്കുകയെന്ന് ചോദിച്ചോ. അന്നേരം ഈക്വൽ ടു 0 എന്ന് വരില്ല, കാരണം ഫിക്സഡ് ആണ്, അവിടെ ഒരു മൊമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഹിഞ്ച്ഡ് ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം എം എ ഈക്വൽ ടു 0 എന്ന്. അപ്പം ഇവിടെ എടുക്കുമ്പോൾ എം ബി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ദെൻ RB1 ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, അപ്പോൾ മൈനസ് RB1 × 4. ദെൻ 40 ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, സോ പ്ലസ് 40 × 2 മൈനസ് ഇവിടുത്തെ മൊമെൻറ്റ് എ സപ്പോർട്ടിലും മൊമെൻ്റ് ഉണ്ട്, ഫിക്സഡ് സപ്പോർട്ടായതുകൊണ്ട് അവിടെ മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ എം എ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, ദാറ്റ് ഈസ് മൈനസ് MAB ഈക്വൽ ടു 0. അതൊരു ഇക്വേഷനാക്കി എടുത്തു. അതിൻ്റെ അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ RB1 കിട്ടും. പിന്നെ നമുക്കൊരു കണ്ടീഷനുണ്ട്, വെർട്ടിക്കൽ സിഗ്മ V ഈക്വൽ ടു 0. വെർട്ടിക്കൽ ഇക്വിലിബ്രിയം നമ്മളിവിടെ യൂസ് ചെയ്യുകയാണ്, ദാറ്റ് ഈസ് RA + RB1 ഈക്വൽ ടു 40. RA + RB1 ഈക്വൽ ടു തന്നിരിക്കുന്ന ലോഡ് W. അതിൽ നിന്ന് RA വാല്യൂ കണ്ടുപിടിക്കും. അങ്ങനെ RA വാല്യൂ കണ്ടുപിടിച്ചു. സെയിം വേ BC സ്പാനിൽ നിന്ന് RB2 RCയും കണ്ടുപിടിക്കുക. BC സ്പാനിൽ നിന്ന് RB2 വാല്യൂ RCയും കണ്ടുപിടിക്കുക. പിന്നെ RB എന്ന് പറയുന്നത് RB1 + RB2 RC വാല്യൂ തന്നിട്ടുണ്ട്. ഇനി ഈ വാല്യൂസ് എല്ലാം വെച്ച് ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെൻറ്റും വരയ്ക്കണം. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നത് ഞാൻ ഒന്നും കൂടെ പറയാം. RA വാല്യൂ എന്ന് പറയുന്നത് 13.572 ആണ്. അപ്പോൾ അത് പോസിറ്റീവ് വാല്യൂ ആണ്, അപ്വേർഡ് ഡയറക്ഷനാണ്. ഓക്കെ, അപ്പോൾ മേളിലോട്ട് വരച്ചു. ഇനി കുറച്ചങ്ങോട്ട് മാറി ഇത്രയും വരെയും 13.57 ആക്ട് ചെയ്യുന്നു. പിന്നെ ഒരു പോയിൻ്റ് ലോഡാണ് താഴോട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 40 kN താഴോട്ട് ആക്ട് ചെയ്യുക. അപ്പം ഈ റിയാക്ഷൻ, ഈ വെർട്ടിക്കൽ റിയാക്ഷനിൽ നിന്ന് ഈ 40 താഴോട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് -40, ഡൗൺവേർഡ് ആയതുകൊണ്ട് മൈനസ് എന്ന് പറഞ്ഞാൽ അപ്വേർഡ് പോസിറ്റീവും ഷിയർ ഫോഴ്സ് വരയ്ക്കുമ്പോൾ അപ്വേർഡ് പോസിറ്റീവും ഡൗൺവേർഡ് നെഗറ്റീവ് എന്നുള്ള സൈൻ കൺവെൻഷൻ നമ്മൾ എടുക്കുക. അപ്പോൾ ഇവിടെ -40 ആകുമ്പോൾ 13.57 -40. ഓക്കെ, അന്നേരം നമുക്ക് കിട്ടുന്ന വാല്യൂ 26.428. അത് താഴോട്ട് വരച്ചു. അപ്പോൾ ഇത്രയും ബി സപ്പോർട്ട് വരെ അത്രയും ആക്ട് ചെയ്യുന്നു. പിന്നെ മേളിലോട്ട് RB വാല്യൂ എന്ന് പറയുന്നത് 18.708, അത് അപ്വേർഡ് ഡയറക്ഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് വാല്യൂ ആണ് കിട്ടിയേക്കുന്നത് അല്ലേ. അതിൽ നിന്ന് പ്ലസ്, ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് -26.428, അത് ഇവിടെ നമ്മൾ വരച്ചു. ഇനി RB എന്ന് പറയുന്നത് അപ്വേർഡ് 80.70, അപ്പം -26.428 + 80.708, കാരണം 80 ബിയുടെ അവിടെ അപ്വേർഡാണ് ആക്ട് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വാല്യൂ കിട്ടുന്നത് 54.28 എന്ന് കിട്ടും. 54.28 എന്ന് കിട്ടും. അപ്പോൾ അത് മേളിലോട്ട് വരച്ചു. അപ്പോൾ കറക്റ്റ് ആയില്ലേ? ഇവിടെ കിട്ടിയ ആ ബി സപ്പോർട്ടിൽ കിട്ടിയ അതേ വാല്യൂസ് തന്നെയാണ് ഇവിടെയും കിട്ടിയേക്കുന്നത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ആ ബിയിൽ 80.708 വരും കേട്ടോ. ഇവിടെ 54.8ഉം ഇവിടെ 26.428 ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ബി സപ്പോർട്ടിലെ റിയാക്ഷൻ കിട്ടി 80.708. ഇനി എന്താണ്, BC സ്പാനിൽ UDL ആക്ട് ചെയ്യുന്നു, അതും ഡൗൺവേർഡാണ്. അപ്പോൾ UDL ആയതുകൊണ്ടാണ് നമ്മൾ ലീനിയർ ലൈന് വരയ്ക്കുന്നത്. അപ്പം ഇവിടെ കിട്ടിയ വാല്യൂ എത്ര, 54.28 ആണ്. അപ്പോൾ ആ 54.28 പിന്നെ -20 ഡൗൺവേർഡ് ആക്ട് ചെയ്യുക. അപ്പോൾ UDL ആയതുകൊണ്ട് 20 × 6. ഓക്കെ, അതെത്ര വരുന്നത്? അത് വരുന്നത് 65.72 ആണ്. -65.72, കാരണം 120 -120 അല്ലേ. അപ്പം -65.72 വരും, ലീനിയറായിട്ട് എടുത്തു. പിന്നെ എന്താണ്, RC വാല്യൂ എന്ന് പറയുന്നത് 65.72 ആണ്. RC വാല്യൂ 65.72 ആണ്, അത് അപ്വേർഡാണ്. അപ്പോൾ ഈ കിട്ടിയ 65 + 65.72 = 0. അങ്ങനെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യും. ഇവിടെ 0യിൽ വന്ന് ജോയിൻ ചെയ്യും. 0യിൽ വന്ന് ജോയിൻ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ദർ ഈസ് സം മിസ്റ്റേക്ക്. അപ്പോൾ അത് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ക്ലാരിറ്റി ചെയ്ത് നോക്കണം. ലാസ്റ്റിൽ ഈ 0 പോയിന്റിൽ വന്നാണ് ജോയിൻ ചെയ്യുന്നത്. പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ളിടത്ത് പോസിറ്റീവ് സൈൻ കൊടുക്കുക, നെഗറ്റീവ് ആയിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കുക. അങ്ങനെയാണ് SFD വരയ്ക്കുന്നത്. ഇനി BMD വരയ്ക്കുമ്പോൾ ആദ്യമേ BMD ഞാൻ വേറെ ആയിട്ട് വരച്ച് വയ്ക്കാം. ABC. അപ്പോൾ നമ്മുടെ തന്നേക്കുന്ന ഫിഗർ എന്ന് പറയുന്നത്
ഇങ്ങനെയാണ് നമുക്ക് തന്നേക്കുന്ന ഫിഗർ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് തന്നേക്കുന്ന ഫിഗർ. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ ഫ്രീ മൊമെൻറ്റ് വരയ്ക്കണം. ഇപ്പോൾ ഫ്രീ മൊമെൻറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ പോയിൻ്റ് ലോഡ് ആയതുകൊണ്ട് ട്രയാങ്കിൾ ആയിരിക്കും, UDL ആയതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പം ഫ്രീ മൊമെൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് WL/4 ആണ്. UDLയുടെ കേസിൽ WL²/8 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 40 ആണ്, ഇവിടെ കിട്ടുന്നത് 90 ആണ് വാല്യൂ. അപ്പോൾ ഇത് ഫ്രീ മൊമെൻറ്റ് ഡയഗ്രമാണ്. ഇനി നമുക്ക് കിട്ടിയ വാല്യൂ അനുസരിച്ച് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ വരയ്ക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ തന്നെ ഈ അപ്വേർഡ് സൈഡിൽ തന്നെ നിങ്ങൾക്ക് മൊമെൻറ്റ് ഡയഗ്രം വരയ്ക്കും. ഇപ്പോൾ ഇവിടെ MA വാല്യൂ എന്ന് പറയുന്നത് -MAB നമ്മൾ ഫൈനൽ മൊമെൻറ്റ് കണ്ടുപിടിച്ചില്ലയോ, MAB വാല്യൂ -11.429 ആണ്. അപ്പോൾ അതിവിടെ എഴുതുക 11.429. ഈ 40ക്ക് താഴെയായിരിക്കണം. ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 37.14 പ്ലസ് ഓർ മൈനസ് ആണ്, അതും ഇങ്ങോട്ട് എഴുതുക. ദെൻ BC സ്പാനിൽ വരുന്നത് 71.42, സിയുടെ അവിടെ വരുന്നത് 71.42 ആണ്. അപ്പോൾ അത് ഇവിടെ ഈ 90ക്ക് താഴെയായിട്ടിരിക്കണം. ഇങ്ങനെ വരയ്ക്കും, ഇങ്ങനെ വരച്ചിട്ട് 71.42, ഇവിടെ 37.14 ഈ വാല്യൂ, എന്നിട്ട് ഇവിടെ നെഗറ്റീവ് സൈൻ അകത്ത് കാണിക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് ബെൻഡിങ് മൊമെൻറ്റ് വരയ്ക്കാം. ഒരു സെക്ഷനിൽ തന്നെ ഇത് പോസിറ്റീവ് ആണെന്നും ഈ കിട്ടിയേക്കുന്ന ഫൈനൽ മൊമെൻറ്റ് നെഗറ്റീവ് ആണെന്നും വരയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം താഴോട്ട് നെഗറ്റീവ് 11.429. ഇത് ഫ്രീ മൊമെൻ്റ് ആയതുകൊണ്ട് പോയിൻ്റ് ആയിരിക്കും B. അപ്പം ഇങ്ങനെ വരും. ഇങ്ങനെ ബിയുടെ അവിടെ 37.14 ആണ്, നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ താഴോട്ട് വന്നു. പിന്നെ ആ ബിയുടെ അവിടെ നിന്ന് തന്നെ ഒരു പോസിറ്റീവ് വാല്യൂ ഫോം ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അത് ഇങ്ങനെ വന്ന് ഇങ്ങനെ നിങ്ങൾക്ക് വരയ്ക്കാം. ഓക്കെ, ഇത് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്, ഇങ്ങനെയും BMD നിങ്ങൾക്ക് വരയ്ക്കാം. ഇവിടെ നെഗറ്റീവ് ഈ ലൈൻ ഇങ്ങനെ വരുവേ, എന്നാൽ ഇവിടെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടെന്നുള്ളത്. ഓക്കെ, ഇവിടെ 37.14, ഇവിടെ 71.42, ഇങ്ങനെ നിങ്ങൾക്ക് വരയ്ക്കാം BMD. ഓക്കെ.